വിശ്വാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ചിലവും അവൻ നീക്കുന്ന ആടുകളും തന്നെ. അവന്റെ പാദത്തിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരത്തിൽ സ്തുതിയോടും കൂടെ വരുന്നു. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധൻ നിത്യൻ തീരുമാനമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വിശുദ്ധ ശബ്ദത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആഴ്ചയുടെ 1-ാം ദിവസം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങേ ആരാധിപ്പാൻ അങ്ങ് നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ ഞങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി നടന്നു നോക്കുന്നു. നൽകിയ നന്മകളെ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്കത് എഴുതുവാൻ അസാധ്യമാണ്. അത്രമാത്രം ധാരാളം നന്മകളെ ഞാൻ ജീവിതത്തെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടെയുള്ള ഞങ്ങളെ നടത്തിയത് ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധകർത്താവേ, ഞങ്ങളിലൂടെ ആരോഗ്യവാനായ സന്നിധിയിൽ കൂടി വർദ്ധിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ അങ്ങയുടെ തിരക്കണമേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അങ്ങേ ആരാധിപ്പാൻ, സത്യത്തിനും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങേ ആരാധിപ്പാനുള്ള മനസ്സും ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളായി സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ നിറച്ച് പാത്രങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. ദൈവമേ, മാനസികമായ ശബ്ദമല്ല, നമ്മുടെ ദൈവിക ശബ്ദം കേൾക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധനയിലേക്ക് കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും പ്രാർത്ഥിക്കണമേ. പര്യടനത്തെ തക്ക സ്ഥലത്ത് കൂട്ടിച്ചേർക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഓരോ ജീവിതങ്ങൾക്കും ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും കാരണമാക്കുവാൻ, അനുഗ്രഹത്തിന് കാരണമാക്കുവാൻ അന്ന് തന്നെ പ്രവർത്തിക്കണമേ. സകല സ്തുതി മഹത്വം സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. നമുക്കിപ്പോൾ കീർത്തന പുസ്തകത്തിലെ 5-ാമത്തെ പാട്ട് പാടാം. കീർത്തന പുസ്തകത്തിലെ 5-ാമത്തെ പാട്ട്.
സാധാരണ ആരാധനക്രമം കീർത്തന പുസ്തകത്തിൽ ഒന്നാമത്തെ ആരാധനക്രമം വായനാരൂപത്തിൽ ഉപയോഗിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. എൻ ലംഘനങ്ങളെ യഹോവയോടേക്ക് പറയുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ രക്ഷിതാവും ആയുധവുകയും അരിഷ്ട പാടുകളായിരുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാൽ വാക്കുകളാൽ പ്രവർത്തികളാൽ പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവരാകണമെന്ന് വിനയമായി ഞാൻ ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ പ്രധാനമായ കൃപയെ ഞങ്ങൾക്ക് പകർന്നേൽപ്പിക്കണമേ. ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കണമേ. സത്യത്തിനെയും നിന്റെ ഭരണത്തോടുള്ള ഹൃദയപൂർവമായ സത്യത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക്കുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനിക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 111 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വാക്യം. സങ്കീർത്തനം 111. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരിലുള്ള സ്ഥലത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവന്റെ കൈയുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മൗനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവരായി ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നവരെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവരെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്ത് കാത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മോഹത്തിൽ മൗനനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വഭാവത്തിന്റെ വിലക്കുന്ന നിമിത്തം എല്ലായ്പ്പോഴും സ്ഥിരമായി നിൽക്കാൻ സാധിക്കാത്തവണ്ണം ഞങ്ങൾ വലിയ ആപത്തുകളിടയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നറിയുന്ന സർവശക്തനായ ദൈവമേ, എല്ലാ ആപത്തുകളിലും പരീക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്രാപിക്കത്തക്കവണ്ണം ശക്തിയും രക്ഷയും ആകണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായ നീക്കും ജീവിച്ച് വാഴുന്ന നിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഭയ്ക്കിരുന്ന് പുതിയ പുസ്തകത്തിൽ 218 പാട്ട്, വലിയ പുസ്തകത്തിൽ 196 പാട്ട്. പുതിയ പുസ്തകത്തിൽ 218, വലിയ പുസ്തകത്തിൽ 196 പാട്ട്. Amen.
പ്രകാശ നാളിന് ശേഷമുള്ള 4-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന 1-ാമത്തെ വേദഭാഗം വിശുദ്ധ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾക്കുവാനും ഈ മഹത്തായ തീ കാണുവാനും എനിക്ക് ഇടവരുത് എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് ഒരു മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അപേക്ഷിച്ചതെന്നാൽ അവർ പറഞ്ഞത് ശരി, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്കും അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവരുടെ നാമത്തിലാക്കും. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും ഞാൻ അവരോട് പറയും. അവർ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊന്നെങ്കിലും കേൾക്കാതിരുന്നാൽ അവരോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. ഇവിടെ 1-ാമത്തെ വേദഭാഗം വായിച്ചു തീർന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. വിഗ്രഹാർത്ഥങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മികവാർത്ത വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർത്ഥങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല ഭർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുമല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്നെങ്കിലും പിതാവായ ഏക ദൈവത്തെ നോക്കുന്നു. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം
തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷകരുടെ പാദം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യം. കർത്താവേ, നിനക്ക് മാത്രം അവർ കഫർന്നഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവരായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്ക് തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവൻ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ വിളിച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അവന്റെ സ്തുതി വേഗത്തിൽ ഗലീല നാട് എന്ന് പറഞ്ഞു. ഇവിടെ സുവിശേഷകരുടെ പാദം വായിച്ചിട്ടുണ്ട്. വേദഭാഗങ്ങൾ വായിച്ചു കേട്ടാൽ നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ചെയ്യുക. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം പരിശുദ്ധാത്മാവിനാൽ പറയപ്പെട്ട കന്യകയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ ജനിച്ച് അവൻ പാപത്തിന്റെ കഴിഞ്ഞ് മൂന്നാം ദിവസം പുതിയ പുസ്തകത്തിൽ 351-ാമത്തെ പാട്ട്, വലിയ പുസ്തകത്തിൽ 318-ാമത്തെ പാട്ട്. പുതിയ പുസ്തകത്തിൽ 351-ാമത്തെ പാട്ട്, വലിയ പുസ്തകത്തിൽ 318-ാമത്തെ പാട്ട്. You
പിതാവായ ദൈവത്തിൽ നിന്നും പുത്രൻ രക്ഷകനുമായ ക്രിസ്തുയേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. മഹത്വപ്രകാശ നാളിന് ശേഷമുള്ള 4-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം നേരത്തെ വായിച്ചു കേട്ട 1-ാമത്തെ വേദഭാഗം വിശുദ്ധ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യം. അതിൽ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവരുടെ നാവുമേൽ ആക്കും. ഞാൻ അവരോട് കൽപ്പിക്കുകയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവരോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവരോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി നന്ദി പറയുന്നു. പല ഭവനങ്ങളിലും പല ഇടങ്ങളിലുമായിരുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് അങ്ങയുടെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങ് ആരാധിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അന്തസന്നിധിയിൽ പകരുവാൻ അങ്ങുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവം ഞങ്ങൾക്ക് അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായി ഇവിടെ ആഗ്രഹിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരുവചനങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൈവ വചനം യഥാർത്ഥമായിട്ട് കൈക്കൊള്ളുന്നതിനും വചനപ്രകാരം ജീവിക്കുന്നതിനും അങ്ങ് ഞങ്ങളെ സഹായിക്കാമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയെയും അങ്ങയുടെ ആത്മാവിനെ നിറച്ച് അങ്ങോട്ട് നടത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബലഹീനരായ തന്റെ ജനത്തെ വചനത്തിലൂടെ നടത്തുന്ന ദൈവത്തെയാണ് നമ്മുടെ ധ്യാന ഭാഗത്ത് കാണുന്നത്. ബലഹീനരായ ജനത്തെ തന്റെ വായിലെ വചനത്താൽ രക്ഷിക്കുന്ന ദൈവം, തന്റെ വായിലെ വചനത്താൽ നടത്തുന്ന ദൈവം. ബലഹീനരായ ജനം സ്വഭാവത്തിൽ ബലഹീനർ എന്നുള്ളതാണ്. വീണുപോകുവാൻ ഇടയുള്ളവർ എന്നുള്ളതാണ്. മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളാണ്. ബലഹീനർ, സ്വഭാവത്തിൽ ബലഹീനർ, വീണുപോകുവാൻ ഇടയുള്ളവർ, വലിയ ആപത്തുകളുടെയും പരീക്ഷകളുടെയും ഇടയിൽ അകപ്പെടുവാനായി സാധ്യതയുള്ളവർ എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബലഹീനതകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ബലഹീനതകളാണ്. ബലഹീനതകളില്ലാത്ത, കുറവുകളില്ലാത്ത ആരും തന്നെയില്ല. എല്ലാ മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബലഹീനതകളുണ്ട്. എന്നാൽ ഈ ബലഹീനതയിൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. തന്റെ വചനത്താൽ നമ്മെ രക്ഷിക്കുന്നു.
ആപത്തുകളിലും അനർത്ഥങ്ങളുടെ മധ്യേ ദൈവം നമ്മെ തന്റെ വചനത്താൽ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കൾ ബലഹീനരാണെന്നുള്ളത് ദൈവം അറിയുന്നു. ഇസ്രായേൽ ജനതയുടെ ബലഹീനത അറിഞ്ഞ് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് നമ്മുടെ ധ്യാനപാഠത്തിന്റെ മുൻപുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതൽ ഉള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ദൈവം ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടത്തെ ജാതിയുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുക്കുട്ടക്കാരൻ, ആഭിചാരകൻ, ശുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞാനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. ഇനി ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുതെന്നാണ്. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന യാത്രയിൽ വിവിധങ്ങളായ ജാതികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കനാനിയെ കുറിച്ചാണ്. അപ്പോൾ കനാനിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ അഗ്നി പ്രവേശനം നടത്തുന്നവരാണ്, പ്രശ്നം നോക്കുന്നവരാണ്, മുഹൂർത്തം നോക്കുന്നവരാണ്, ആഭിചാരകരാണ്, ശുദ്രക്കാരാണ്, മന്ത്രവാദികളാണ്, വെളിച്ചപ്പാടക്കാരാണ്, ലക്ഷണം നോക്കുന്നവരാണ്. എന്നാൽ ഇതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നുവെന്ന് ആവർത്തനം 18-12 പറയുന്നു. അപ്പൊ ഈ വക പ്രവർത്തിക്കുന്നവർ, ഈ വക ചെയ്യുന്നവർ യഹോവയ്ക്ക് വെറുപ്പാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തായിരിക്കുമ്പോൾ, കനാൻ ദേശത്തുള്ള പക്ഷെ ജാതികളുമായിട്ടായിരിക്കുമ്പോൾ അവരോട് ചേർന്നതുപോലെയുള്ള പാപത്തിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അത് പാടില്ല എന്ന് മുൻകൂട്ടി ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ യഹോവയ്ക്ക് വെറുപ്പാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഈ വക പാപങ്ങളിൽ നിങ്ങൾ വീണു പോകുവാനായിട്ട് പാടില്ല എന്ന് ദൈവം ഇസ്രായേൽ മക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ പലതരത്തിലുള്ള പാപങ്ങൾ കടന്നു വരാം. നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നാം ഈ ലോകത്ത് മറ്റു ജാതികൾ ചെയ്തതുപോലെയുള്ള പലതും നാം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പലതും കണ്ട് അനുകരിക്കുവാനുള്ള ഒരു പ്രചോദനം ഇന്ന് പലപ്പോഴും ഉണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ പലപ്പോഴും ഉണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത് 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു കർത്താവേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്, അത് യഹോവയായ ദൈവമാണ്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല, മറ്റൊരു കർത്താവില്ല, മറ്റു യാതൊന്നും ഇല്ല എന്ന് അവിടെ കൊരിന്ത്യർ സഭയിലെ ജനത്തോട് പൗലോസ് പറയുകയാണ്. ഒരേ ഒരു കർത്താവേ ഉള്ളൂ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യഥാർത്ഥ ദൈവമായ യഹോവയായ ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നുള്ളത് പൗലോസ് പറയുകയാണ്. അപ്പോൾ അവനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. അവൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം അവനെ അറിയുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അതെ, ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ സ്ഥാനത്തിന് മുമ്പിൽ നിൽക്കുവാൻ സാധിക്കാതെ നിലവിളിക്കുകയാണ്. 16-ാം വാക്യം ആവർത്തനം 18-16 നോക്കുമ്പോൾ, ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ കാണാനും എനിക്ക് ഇടവരുത് എന്നിങ്ങനെ
ഹോരയിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ച പോലെ തന്നെ എന്നാണ്. അവിടെ ദൈവത്തിന്റെ തേജസ് കാണുവാൻ ഭയപ്പെട്ട്, ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട് ഭയപ്പെട്ട്, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ട് ജനം നിലവിളിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ജനം നിലവിളിക്കുകയാണ്. എന്നാൽ ദൈവം തന്റെ വചനത്താൽ രക്ഷിക്കുകയാണ്. ദൈവം തന്റെ വചനത്താൽ രക്ഷിക്കും. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. മോശയ്ക്ക് ശേഷം ദൈവം ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കൾക്കായി നൽകുന്നു. മോശയ്ക്ക് ശേഷം മോശയുടെ പിൻഗാമിയായി യോശുവയെ പ്രവാചകനായി ദൈവം നൽകുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ നാവാണ്. പ്രവാചകൻ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ശബ്ദമാണ്. അതെ, പ്രവാചകൻ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം മാത്രമേ സംസാരിക്കാവൂ. ദൈവം പറയാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കുവാൻ പാടില്ല. ദൈവം പറയാത്ത കാര്യം അഹങ്കാരത്തോടെ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കുന്ന പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ആവർത്തന 18:20 പറയുകയാണ്. ദൈവം കൽപ്പിക്കാത്ത വചനം, ദൈവം കൽപ്പിക്കാത്ത കാര്യം അഹങ്കാരത്തോടെ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കുന്ന പറയുന്ന പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കുകയാണ്. പ്രവാചകൻ പറയുമ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം മാത്രമേ സംസാരിക്കുവാനായിട്ട് പാടുള്ളൂ. ദൈവത്തിന്റെ നാവാണ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ നാവ്, ദി മൗത്ത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാവ്, ദൈവത്തിന്റെ ശബ്ദം. അപ്പൊ ദൈവത്തിന്റെ ശബ്ദമാണ് പ്രവാചകൻ. മോശ ദൈവത്തിന്റെ നാവായിരുന്നു. മോശ ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ദൈവത്തിന് പകരമായിട്ട് ജനത്തോട് സംസാരിച്ചവൻ, ദൈവത്തിന് പകരമായിട്ട് ജനത്തിന് അയച്ചവൻ. അപ്പൊ മോശയ്ക്ക് ശേഷം ദൈവം ഒരു പ്രവാചകന് ദൈവം കൊടുക്കുകയാണ്. മോശ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ദാതാവ് എന്നാണ് പറയുന്നത്. മോശ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു, ന്യായപ്രമാണത്തിന്റെ ദാതാവായിട്ട് കാണപ്പെടുകയാണ്. മോശയ്ക്ക് ശേഷം ഒരു പ്രവാചകനെ സഹോദരന്മാർ ദൈവം നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവം പറയുകയാണ്. അവരുടെ വാക്ക് നിങ്ങൾ അനുസരിക്കണം. സഹോദരന്മാർ ദൈവം നിന്ന് ഒരുവനെ പ്രവാചകനായി ദൈവം എഴുന്നേൽപ്പിക്കും. അത് യോശുവയെ കുറിച്ച് പറയുകയാണ്. ആ യോശുവയുടെ വാക്ക് നിങ്ങൾ കേട്ട് അനുസരിക്കണം എന്നിവിടെ പറയുകയാണ്. ആവർത്തനം 18:15-18 വാക്കുകൾ നോക്കുമ്പോൾ അവിടെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠ പ്രവാചകനായിട്ട് നാം കാണുമ്പോൾ അത് നിത്യപ്രവാചകനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുകയാണ്. യേശുക്രിസ്തുവാണ് നിത്യപ്രവാചകൻ, സർവശക്തനായ പ്രവാചകൻ, നിത്യപ്രവാചകൻ. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം ആയിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. യേശുവാണ് വലിയ പ്രവാചകൻ, നിത്യപ്രവാചകൻ. ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയത്, ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുവാണ് പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയത്. അതിനു മുമ്പ് പൂർണ്ണമായിട്ട് ആർക്കും ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ദൈവം ആർക്കും പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവം പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്, പൂർണ്ണമായിട്ട് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു വെളിപ്പെടുത്തലില്ല, ഇനിയൊരു പുതിയ രാഗമില്ല. ക്രിസ്തുവിലൂടെ ദൈവം പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ക്രിസ്തുവിലൂടെ ദൈവം പ്രകടമാക്കിയിരിക്കുകയാണ്. യേശുവാണ് ഏറ്റവും വലിയ പ്രവാചകൻ. അവൻ അധികാരത്തോട് സംസാരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സുവിശേഷ ഭാഗം മർക്കോസെഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ അവിടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടല്ലേ അവൻ സംസാരിച്ചത്. അവരുടെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു എന്നാണ്, അവർ അതിശയിച്ചു എന്നാണ്. അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടല്ലേ സംസാരിച്ചു. അവൻ അധികാരമുള്ളവനായി ആധികാരികമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അവന്റെ വചനത്തിൽ, അവന്റെ ആ സംസാരത്തിൽ അത് പ്രകടമായി. ക്രിസ്തുവിന്റെ വചനം കേട്ട് പിശാച് മാറിപ്പോവുകയാണ്. യേശു കഫർന്നഹൂമിൽ ഉപദേശിക്കുന്ന സമയത്ത് അശുദ്ധാത്മാവിൽ മനുഷ്യർ ഉണ്ടായിരുന്നു. യേശുവിനെ കണ്ട മാത്രയിൽ അശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്.
ഞങ്ങളെ നശിപ്പിക്കാൻ നീ വന്നുവോ, നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയെന്നാണ്. അശുദ്ധാത്മാവ് പെട്ടെന്ന് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയാണ്. ഞങ്ങളെ നശിപ്പിക്കാൻ നീ വന്നുവോ, നീ ആരാണെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയെന്നാണ്. കർത്താവ് അശുദ്ധാത്മാവിനെ ശാസിക്കുകയാണ്. മിണ്ടരുത്, അവൻ വിട്ടുപോ എന്ന് പറയുകയാണ്. ആ മാത്രയിൽ തന്നെ, കർത്താവ് പറഞ്ഞ മാത്രയിൽ തന്നെ അശുദ്ധാത്മാവ് ആ മനുഷ്യന് വിട്ടുപോയി. എല്ലാവരും അതിശയിക്കുകയാണ്. ഇതെന്താ പുതിയ അധികാരം, പുതിയ ഉപദേശം, അവൻ അധികാരത്തോട് കൽപ്പിക്കുന്നു, അവരെ അനുസരിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ അതിശയിക്കുകയാണ്. അതെ, ക്രിസ്തുവിന്റെ വചനം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വാക്കിന്റെ ശക്തി നമുക്കിവിടെ കാണാം. ക്രിസ്തു പറഞ്ഞ മാത്രമേ അശുദ്ധാത്മാവ് മാറിപ്പോവുകയാണ്. ക്രിസ്തു ആരാണെന്നുള്ളത് അശുദ്ധാത്മാവ് മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധനാണ്, ദൈവത്തിന്റെ പുത്രനാണ്, സർവശക്തനാണ്, വചനമാണ്. വചനത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വചനമാണ് സകലത്തിനും ആധാരം, സകലത്തിനും കാരണത്തുക. ക്രിസ്തുവിലൂടെ ദൈവം സകലത്തെ സൃഷ്ടിച്ചു, സകലത്തെ ഉളവാക്കി എന്നുള്ളത് ആദിയിൽ നാം മനസ്സിലാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുകയാണ്. അതെ, വചനത്തിന്റെ ശക്തി നാം ഉൽപ്പത്തിയിൽ കാണുകയാണ്, ആദിയിൽ നാം കാണുകയാണ്. സകലത്തെ സൃഷ്ടിച്ച വചനം, സകലത്തിന് ജീവൻ പകരുന്ന വചനം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിന്റെ വാക്കേട്ട മാത്രയിൽ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോവുകയാണ്. അശുദ്ധാത്മാവ് അവനെ കണ്ട് നിലവിളിക്കുകയാണ്. അവൻ സാക്ഷാൽ ദൈവമെന്നുള്ളത് അവിടെ ജനം മനസ്സിലാക്കുന്നു. അത് യേശു ക്രിസ്തു വലിയ പ്രവാചകനായിട്ട് വന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിയിക്കുവാൻ, ജനത്തെ ഉപദേശിക്കുവാൻ, നന്നാക്കുവാൻ, സകല മനുഷ്യരെയും തന്നിലേക്ക് നയിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വന്നു. അവൻ ദൈവത്തിൽ നിന്നുള്ളത് പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ്. അവൻ ദൈവത്തിൽ നിന്നുള്ളത് പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടമാണ് അവൻ സംസാരിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവർക്ക് ജീവനുണ്ട്. യോഹന്നാൻ 6:38-40 യേശുവിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവർക്ക് ജീവനുണ്ട്, നിത്യജീവനുണ്ട്. ക്രിസ്തുവിന്റെ വചനം അത് ജീവൻ പകരുന്നതാണ്. ക്രിസ്തു ജീവൻ പകരുകയാണ്. അവന്റെ വചനം കേട്ട് നാം അനുസരിക്കുമ്പോൾ, അവന്റെ വചനം കേട്ട് നാം അത് പ്രമാണിക്കുമ്പോൾ നാം നിത്യജീവന്റെ അനുഭവത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അനുസരണവും ശുദ്ധ മനസ്സാക്ഷിയുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിക്കുന്ന മതതയാണ്, ദൈവം അരുളി ചെയ്യുന്ന മതതയാണ്. ദൈവത്തെ അനുസരിക്കുന്നവരായി ശുദ്ധ മനസ്സാക്ഷിയുള്ളവരായിട്ട് കാണപ്പെടണം. അനുസരണം മറ്റ് അനവധി ആകാംക്ഷകളെക്കാൾ ശ്രേഷ്ഠമാണ്. കുറച്ചു നേരത്തെ പാടി, 115-ാമത്തെ പാടി നാം പാടി. അനുസരണം മറ്റ് എല്ലാ യാഗങ്ങളെക്കാളും നേർച്ചകാഴ്ചകളെക്കാളും ശ്രേഷ്ഠമാണ്. ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. അനുസരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആദ്യ മാതാപിതാക്കൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചില്ല, അവർ അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേടിന് ശിക്ഷയുണ്ടാകും. അനുസരണക്കേടിന് ശിക്ഷയുണ്ടാകും. അത് പാപം. അനുസരണക്കേട് പാപം. അപ്പോ അനുസരണയുള്ളവരായിട്ട് നാം കാണപ്പെടണം. നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുകയാണ്. നാം ദൈവത്തെ പ്രകാരം അനുസരിക്കുന്നു. നമ്മുടെ കൂടെയുള്ള മുതിർന്നവരെ നാം എങ്ങനെ അനുസരിക്കുന്നു, ബഹുമാനിക്കുന്നു. മാതാപിതാക്കളെ, നമ്മുടെ ഗുരുക്കന്മാരെ, മുതിർന്നവരെ നാം ഇപ്രകാരം ബഹുമാനിക്കുന്നു, നാം ഇപ്രകാരം അനുസരിക്കുന്നു. അത് ആവശ്യമായിരിക്കുകയാണ്. അനുസരണം എല്ലാ തലങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. അനുസരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുണ്ടാകണം. ശുദ്ധ മനസ്സാക്ഷിയുള്ളവരായിട്ട് നാം കാണപ്പെടണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കുകയാണ്. നമ്മുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. മനസ്സാക്ഷിക്ക് വിരോധമായിട്ട് പാപം ചെയ്ത ധാരാളം, മനസ്സാക്ഷിക്ക് എതിരായിട്ട് ജീവിക്കുന്ന ധാരാളം. മനസ്സാക്ഷി നമ്മൾ പറയും, നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മൾ സംസാരിക്കും. പലപ്പോഴും നമ്മുടെ മനസ്സാക്ഷിക്ക് എതിരായിട്ട്, ദൈവാത്മാവിന്റെ ആലോചനകൾക്ക് എതിരായിട്ട് നാം
പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സാക്ഷി എങ്ങനെയുള്ളത്? ശുദ്ധ മനസ്സാക്ഷിയുള്ളവരായിട്ട് നാം കേൾക്കുകയാണ്. ഇവിടെ പ്രവാചക ശബ്ദം കേട്ട് അനുസരിക്കുവാൻ ദൈവം പറയുകയാണ്. ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ വാക്കുകളാണ് പ്രവാചകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാക്കുകൾ, പ്രവാചകരുടെ ശബ്ദം അത് കേട്ട് അനുസരിക്കണം. ശുദ്ധ മനസ്സാക്ഷിയുള്ളവർ ആയിരിക്കണം. കള്ള പ്രവാചകന്മാരെ തിരിച്ചറിയുക. കള്ള പ്രവാചകന്മാരെ തിരിച്ചറിയാൻ വചനത്തിലൂടെ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. വചനത്തിലുള്ളത് തന്നെയാണോ സംസാരിക്കുന്നത്, വചനത്തിലുള്ളത് തന്നെയാണോ ദൈവത്തിൽ നാം സംസാരിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. നാം ധാരാളം സുവിശേഷ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ ഒക്കെ നാം ധാരാളം വചനങ്ങൾ കേൾക്കുന്നു, നാം ധാരാളം ഉപദേശങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ്, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം കേൾക്കുന്ന വചനങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണോ? വേദപുസ്തകത്തിനെതിരായിട്ട് അല്ലെങ്കിൽ പുതിയ ധാരാളം കാര്യങ്ങൾ പറയുന്ന ധാരാളം നമുക്ക് കാണാം. വേദപുസ്തകത്തിൽ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ പറയുന്ന ധാരാളം വരുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ നാം സൂക്ഷിക്കണം. കള്ള പ്രവാചകന്മാരെ നാം തിരിച്ചറിയണം. വചനത്തിന് അടിസ്ഥാനപ്പെടാതെയുള്ള ഉപദേശങ്ങൾ, വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള അല്ലാത്തുള്ള സംസാരങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ്. വചനമാണ് അടിസ്ഥാനം, വചനമാണ് കേന്ദ്രം. വചനത്തിന്റെ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഉപദേശങ്ങൾ നാം മനസ്സിലാക്കുക. കള്ള പ്രവാചകന്മാരെ നാം തിരിച്ചറിയുന്നത് വചനത്തിലൂടെ. അതുകൊണ്ട് തന്നെ ശരിയായ വചനത്തിൽ നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ, വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ കേൾക്കുന്നത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കേൾക്കുന്നതൊക്കെ ശരിയാണെന്ന് നാം ചിന്തിക്കും. പുതിയ ഉപദേശം കേൾക്കുമ്പോൾ അത് ശരിയാണോ, അത് പുതിയ ഉപദേശം കേൾക്കുമ്പോൾ അതാണ് നല്ലത് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അത് നാം കേൾക്കുന്നതൊക്കെ ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണോ? പലരും വചനത്തെ വളച്ചൊടിക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം വചനത്തെ വ്യാഖ്യാനിക്കുന്നു. അതിന് പ്രത്യേക മാനദണ്ഡമുണ്ട്. വചനം വ്യാഖ്യാനിക്കുവാൻ പ്രത്യേക മാനദണ്ഡമുണ്ട്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം വചനത്തെ വളച്ചൊടിക്കുന്ന ധാരാളം പേരുണ്ട്. മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് വചനം വ്യാഖ്യാനിക്കുന്നവർ, മനുഷ്യരെ സൂചിപ്പിക്കുന്ന രീതിയിൽ വചനത്തെ സംസാരിക്കുന്നവർ. മനുഷ്യരെ സൂചിപ്പിച്ചിട്ട് കാര്യമില്ല. ഇന്ന് മനുഷ്യരെ സൂചിപ്പിക്കുന്ന, കേൾക്കുവാൻ ഇമ്പമുള്ള, കേൾക്കുവാൻ നല്ല മാതൃക നേർന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ ഇന്ന് ധാരാളം സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നാം പലപ്പോഴും അത് കൊള്ളാമെന്ന് ചിന്തിക്കുന്നു, പലപ്പോഴും അതാണ് ശരിയെന്ന് പലപ്പോഴും ചിന്തിക്കുകയാണ്. എന്നാൽ യഥാർത്ഥമായിട്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നുള്ളത്, നാം കേൾക്കുന്ന വചനങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് നാം തിരിച്ചറിയണം. യഹോവയ്ക്ക് വെറുപ്പായിട്ടുള്ളത് നാം ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ കന്യാനിക്കാരുടെ ഇടയിലുള്ള ധാരാളം കാര്യങ്ങൾ ദൈവം പറയുകയാണ് ഇസ്രായേൽ മക്കളോട്. ദൈവത്തിന് വെറുപ്പായ കാര്യങ്ങൾ, അതിനേക്കാൾക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഗ്നിപ്രവേശനം, പ്രശ്നം നോക്കുന്നത്, മുഹൂർത്തം നോക്കുന്നത്, ആഭിചാരം, ശുദ്രം, അതുപോലെ മന്ത്രവാദം, വെളിച്ചപ്പാട്, ലക്ഷണം പറയുന്നത്, ഇതൊക്കെ ദൈവത്തിന് വെറുപ്പാണ്. ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട് ദൈവത്തിന് വെറുപ്പാക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരായിട്ടുള്ള പാപങ്ങൾ, 10 കൽപ്പനകൾ, ആ കൽപ്പനകൾക്കെതിരായിട്ടുള്ള പാപങ്ങൾ ദൈവം വെറുക്കുകയാണ്. ആദ്യത്തെ 3 കൽപ്പനകൾ നമുക്കറിയാം. അത് ദൈവത്തിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ള 7 കൽപ്പനകൾ സഹമനുഷ്യരുമായിട്ട് എങ്ങനെ ആയിരിക്കണമെന്നാണ് കൽപ്പന പറയുന്നത്. അപ്പോൾ കൽപ്പനകളുടെ പ്രമാണം ഏറ്റവും പ്രധാനമാണ്. കൽപ്പനകൾ നാം ഇപ്രകാരം അനുസരിക്കുന്നു. കൽപ്പനകൾ നാം ലംഘിക്കുവാനായിട്ട് പാടില്ല, അതനുസരിക്കണം. ആദ്യ 3 കൽപ്പനകൾ ദൈവമായിട്ട് മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നും ബാക്കിയുള്ള കൽപ്പനകൾ സഹമനുഷ്യരുമായിട്ട് നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഹോവയ്ക്ക് ദൈവത്തിന് വെറുപ്പായിട്ടുള്ളത് നാം ചെയ്യാനായിട്ട് പാടില്ല. ശുദ്ധ മനസ്സാക്ഷിക്ക് ദോഷം വരുത്തുവാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ്. നാം നമ്മുടെ വിലക്കിനെതിരാൻ വീണു പോകുവാനായിട്ട് പാടില്ല. നാം വിലക്കിനെതിരാൻ വീണു പോകാതെ, നമ്മുടെ വിലക്കിനെതികളിൽ നാം വീണു പോകാതെ നാം വിലക്കിനെതിരെയും ശക്തി പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മെ സഹായിക്കുന്നു. അതിന് നാം പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ വിലക്കിനെതിരെ നമുക്കറിയാം, നമുക്ക് ചില ഒന്നുമധികം വിലക്കിനെതിരെ ഉണ്ടാകാം. എന്നാൽ ഈ വിലക്കിനെതിരെയിൽ വീണു പോകാതിരിക്കുവാൻ നാം കർത്താവിനോട്
മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. നാം കർത്താവിനെ അപേക്ഷിക്കുക. നാം വിലക്കിന്റെയും വീണ് പോകാതിരിക്കാൻ ധാരാളം വിലക്കിന്റെയും നമുക്കുണ്ട്. കർത്താവ് അതിന്റെ ശക്തി നമുക്ക് തരികയാണ്. കർത്താവായ യേശുക്രിസ്തു വിലക്കിന്റെയും വീണ് പോകാതിരിക്കുവാൻ നമ്മെ ശക്തീകരിക്കും. നമ്മുടെ വിലക്കിന്റെയും കർത്താവ് നമുക്ക് ശക്തി പകരുകയാണ്. കർത്താവ് നമ്മോട് കൂടെ നമ്മെ സഹായിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുവാൻ സ്ഥാനത്തിനായിട്ട് കൂടെയുണ്ട്. അവൻ നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. നമ്മുടെ വിലക്കുകൾ എന്ത് തന്നെയായാലും അവൻ നമ്മെ കൈവിടുന്നില്ല. നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കടക്കുന്ന ആപത്തരത്തിൽ അവൻ മാറ്റുകയാണ്. അവൻ നമ്മെ സഹായിക്കുകയാണ്. നാം അവന്റെ മക്കളായിട്ട് ജീവിക്കേണ്ടതായി, നാം തെറ്റിപ്പോകുവാനായിട്ട് പാടില്ല. നാം അവനോട് ചേർന്നിരിക്കേണ്ടതായിട്ടുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് 114 സങ്കീർത്തനത്തിൽ നാം വാക്യമായിട്ട് വായിച്ചു. അതെ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. 114 സങ്കീർത്തനത്തിൽ 11 വായിച്ചതാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോ യഹോവയെ അറിയുന്ന അറിവ്, യഹോവയെ കുറിച്ചുള്ള അറിവ്, യഹോവയെ അറിയുന്ന അറിവാണ് യഥാർത്ഥ അറിവ്. അതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്നാണ്. നാം യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൽ ഭക്തിയുള്ളവരായി കാണപ്പെടുക. നാം ബുദ്ധിയുള്ളവരായി, ജ്ഞാനമുള്ളവരായി തീരുകയാണ്. നാം ക്രിസ്തുവിൽ ഭക്തി വയ്ക്കുമ്പോൾ, അവനെ ആശ്രയിക്കുമ്പോൾ, അവൻ വചനത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നാം ജീവനിലേക്ക് പ്രവേശിക്കുന്നു. നാം ഭക്തിയുള്ളവരായി, നാം ജ്ഞാനമുള്ളവരായി തീരുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിനെ ഒരു വ്യക്തി എത്രമാത്രം അറിയുന്നുവോ, ആത്മീയമായി എത്രമാത്രം ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നുവോ, അതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള കേട്ടറിവില്ല. അത് ജാതികൾക്കുമുണ്ട്, അത് മറ്റുള്ളവർക്കുമുണ്ട്, മറ്റു മതസ്ഥർക്കുമുണ്ട്, മറ്റു ജാതികൾക്കുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു കേട്ടറിവല്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവല്ല. ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് അവരെ സാക്ഷീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം പ്രവർത്തിച്ചിട്ടുണ്ട്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ പ്രവർത്തനം ഓരോ സമയത്ത് നാം അനുഭവിക്കുകയാണ്. കർത്താവ് ഇടപെടൽ ഓരോ സമയത്ത് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കർത്താവുണ്ട്. കർത്താവ് ജീവിതത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്തിലൂടെ, ആത്മാവിലൂടെ, സാധ്യതകളിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മോട്, നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്, നമ്മുടെ കൂടെ വസിക്കുകയാണ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അത് നമ്മളിലാണ്. കർത്താവിന്റെ ആ ശബ്ദത്തിനായി ഹൃദയങ്ങളെ വിളിക്കണം. കർത്താവ് സാന്നിധ്യം നാം വിലയാണ്. ഭക്തിയോടുകൂടെ അവനെ ആരാധിക്കണം. ഗൗരഭക്തിയല്ല, പുറമേയുള്ള ഭക്തി പ്രകടനങ്ങളല്ല. ഇന്ന് ഭക്തി പ്രകടനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് എല്ലാ തലങ്ങളിലും ഭക്തി പ്രകടനങ്ങളാണ്. പുറമെ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ് ഭക്തി പ്രകടനങ്ങൾ. അങ്ങനെയല്ല. കർത്താവ് കപടഭക്തിയല്ല നോക്കുന്നത്. കർത്താവിന്റെ ഹൃദയത്തിൽ നോക്കുകയാണ്. യേശുക്രിസ്തുവുള്ള ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിന് നാം മഹത്വം കൊടുത്ത് നാം ജീവിക്കണം. യേശുക്രിസ്തുവിലുള്ള ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിന് നാം മഹത്വം കൊടുത്ത് ജീവിക്കണം. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും കർത്താവ് വിളിക്കുകയാണ്. വചനത്തിലൂടെ നമ്മൾ വിടുവിക്കുകയാണ്. വചനത്തിലൂടെ നമ്മൾ വിടുവിക്കുകയാണ്. കർത്താവ് നമ്മളോട് ബലഹീനരായ നമ്മെ തന്റെ വചനത്താൽ രക്ഷിക്കുന്ന ആ ദൈവത്തിന് പൂർണ്ണമായിട്ട് അനുസരിക്കാം. ശുദ്ധ മനസ്സാക്ഷിയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കർത്താവിനെ നമുക്ക് സഹായിക്കുകയാണ്. കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, കർത്താവ് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അവനെ സ്നേഹിക്കുന്നവരാൽ, അവനെ അനുസരിക്കുന്നവരാൽ, ശുദ്ധ മനസ്സാക്ഷിയോടെ അവനെ കൈക്കൊണ്ടവരാൽ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മേവരെയും സഹായിക്കാത്മാരാണ്. ആമേൻ. സകലബുദ്ധിയെയും അക്കൗണ്ടിൽ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ, നിലവുകളെ ക്രിസ്തു യേശുവിന്റെ കാത്തുമാറാകട്ടെ. ആമേൻ. എനിക്കെണീറ്റ് ധർമ്മശേഖര വാക്യം ചൊല്ലിക്കാണും.
പരിശുദ്ധൻ പരിശുദ്ധൻ സാറാഫുകളാലും ദൂതന്മാരാലും സ്തുതിക്കപ്പെടുന്ന മഹത്വപ്പെടുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, നല്ല വിധമാവുന്നതിലേക്ക് ഞങ്ങൾ വചനങ്ങൾ നിക്ഷേപിപ്പാൻ, വചനപ്രകാരങ്ങൾ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളിലും എല്ലാ പ്രയാസങ്ങളിലും കർത്താവ് കൂടെയിരുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്നുവല്ലോ. വീണ് പോകാതെ തകർന്നു പോകാതെ കർത്താവ് ഞങ്ങളെ താങ്ങുന്നു. കർത്താവ് ആ ഉറപ്പോടുകൂടെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പണിയുന്നതിന് ഞങ്ങളെ സഹായിക്കണം. കർത്താവിനെ അങ്ങ് വെറുപ്പാടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഇടവരുകയും പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രിയപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ കേൾപ്പിച്ച് വചനങ്ങൾക്കായി ചിന്തിക്കുന്നു. നല്ല ഹൃദയത്തിൽ ഞങ്ങൾ വചനങ്ങൾ നിക്ഷേപിക്കാൻ, വചനപ്രകാരങ്ങൾ ജീവിക്കാൻ സഹായിക്കണം. പരിശുദ്ധ കർത്താവിന്റെ ശക്തി കൂടി വർദ്ധിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തീർക്കാൻ പ്രാർത്ഥന പേരുപേരായി കുടുംബമായി അനുഗ്രഹിക്കണം. ഓരോ ഇടത്തിലെയും പ്രാർത്ഥനകൾ, ഓരോ ഇടത്തിലെയും യാതനകൾ, അവസ്ഥകൾ കർത്താവ് അറിയുന്നുവല്ലോ. തകർന്ന് മുറിഞ്ഞ പെരുന്നാൾ വിശ്വസിക്കുന്നില്ല. തകർന്ന നുറുങ്ങിയ ജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവ് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളെ അന്ന് നീക്കണമേ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് ആസ്വദിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമീപിക്കുന്നു. വാർദ്ധക്യത്തിൽ ഫലകാണിക്കാൻ, അങ്ങയുടെ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ, അങ്ങനെ സാക്ഷീകരിക്കാൻ സഹായിക്കണമേ. വാർദ്ധക്യമായ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കണമേ. മാതാപിതാക്കളെ സമീപത്ത് പ്രാർത്ഥിക്കും. ഈ ലോകക്കാരും മാത്രം വ്യാപൃതരായിട്ടില്ലാതെ കർത്താവിന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ, കർത്താവിന്റെ സമർപ്പിക്കുന്നതിന് സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവ് യൗവനക്കാരായ മക്കളെ സമീപത്ത് പ്രാർത്ഥിക്കും. കർത്താവ് യൗവനക്കാരായ മക്കളെ കടാക്ഷിക്കണമേ, പാർക്കണമേ. ശരിയായ ദിശാബോധം നൽകണമേ. നല്ല ദർശനം ഉൾക്കാക്കുകയും ഒരു യൗവനക്കാത്മ നൽകണമേ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ഈ യൗവനത്തിൽ തങ്ങളുടെ കർത്താവായ ദൈവത്തെ ഓർക്കുക. തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ വാക്കുകളിലൊക്കെയും കർത്താവ് ഓർക്കുക. കർത്താവെ അന്വേഷിപ്പാൻ യൗവനക്കാരെ മക്കളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിദ്യാർത്ഥികളോടും കൈകുഞ്ഞുങ്ങളോടും പ്രാർത്ഥിക്കും. ചെറുപ്രായത്തിൽ തന്നെ കാന്തികവും ആത്മരാഷ്ട്രമാകുന്ന വചനം പഠിച്ച് വചനത്തിൽ കേൾക്കും വളരുക. കർത്താവിന്റെ വിദ്യാർത്ഥികളെ കൈകുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങേ സ്നേഹിക്കുന്ന മക്കളാൽ, അങ്ങ് സേവിക്കുന്ന കുഞ്ഞുങ്ങളാൽ, അങ്ങ് അനുഭവിക്കുന്ന മക്കളാൽ, അങ്ങ് അന്വേഷിക്കുന്ന മക്കളാൽ നടപ്പെടുവാൻ സഹായിക്കണമേ. പരിശുദ്ധ കർത്താവേ, വിവിധങ്ങളായ ആരംഭിക്കുന്ന ഓരോരുത്തരെയും സമയം കൊടുത്തു. കർത്താവെ, ശരീരസുഖമില്ലാതെ ദേവസുഖമില്ലാതെ പ്രയാസത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും സമയം കൊടുത്തു പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിൽ, ഭവനങ്ങളിൽ അന്തസ്ഥിരമായിരിക്കുന്ന നിങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും സമയം കൊടുത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സന്ദർശിക്കണമേ. അങ്ങ് സൗഖ്യം പകരണമേ. അങ്ങ് ആശ്വാസം പകരണമേ. എന്ത് രോഗമായാലും മാറ്റുവാൻ കർത്താവ് സർവശക്തനായി മനസ്സിലുള്ളവനായി വസിക്കുന്നവരോ. കർത്താവ് പാലക്കുന്നവരെ അങ്ങ് തൊട്ട് സൗഖ്യമാകണമേ. പൂർണ്ണ വിടുതല പകരണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസിക പ്രയാസത്തിലായിരിക്കുന്നവരോർക്കും പുറത്തു പറയാൻ സാധിക്കാത്ത നിരാശയും വേദനയുമായിരിക്കുന്നവരോർക്കും പരമയാകുന്നവരെയും കർത്താവ് ശാന്തമായിരുന്നവരെയും സമീപോർക്കും. അവിടെ പ്രയാസങ്ങൾ, ആകുലകൾ കർത്താവ് പ്രയാസങ്ങൾ നീക്കണം. സ്വർഗീയ സന്തോഷവും സമാധാനങ്ങൾക്ക് കഴിപ്പാൻ ഇടയാക്കണം. കർത്തവരെപ്പോഴും സന്തോഷിപ്പാൻ, കർത്തവരെപ്പോഴും ആനന്ദിപ്പാൻ, കർത്തവരെപ്പോഴും സ്തുതിപ്പാൻ ഇടയാക്കണം. ജീവിതങ്ങളെ പണിയുന്നതിന് സഹായിക്കണം. പരിശുദ്ധ സ്ഥാപനത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ സമീപോർക്കും. ശരിയായ ഉപജീവന മാർഗങ്ങളെ മക്കളെ സമീപോർത്ത് പ്രാർത്ഥിക്കും. വരുമാന മാർഗങ്ങളെ കർത്താവ് കൊടുക്കണം. ശരിയായ ഉപജീവന മാർഗങ്ങളെ കർത്താവ് നൽകണം. കർത്താവ് സംബന്ധമായി, പഠന സംബന്ധമായി അകലെയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമീപോർക്കും.
ദൂരസ്ഥലത്തിലായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കടാക്ഷിക്കണമേ, വൃദ്ധൻ പാർക്കണമേ. സ്വർഗീയ സംരക്ഷണവും കർത്താവിന്റെ കരുതലും കർത്താവിന്റെ പരിപാലനം കുറിപ്പാൻ കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ കാഴ്ച ഹോസ്പിറ്റലും സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രധാന സഭ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ സഭ കർത്താവെ ആത്മീയമായി ഭൗതികമായി പ്രവർത്തനം അഭിനയിക്കുവാൻ സഹായിക്കണം. വിദേശവാസികൾ കർത്താവ് സഭയിലേക്ക് കടന്നുവരിക, അന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് കടന്നുവരുവാൻ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ സഭ പോലെ ശ്രദ്ധിപ്പാനിടയാക്കണം. ഈ ദേശത്തെ ദേശവാസികളെ ഓർക്കും കർത്താവ് നമ്മുടെ ആത്മാവിനെ പകരണം. ഓരോരുത്തരും അനുഗ്രഹിക്കണം. ഈ ദേശവാസികളെ ദേശത്ത് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ആരോഗ്യത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്തൃത്വവാദം ഞങ്ങളെ നടത്തിയതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ വ്യാഴാഴ്ച കർത്താവിന്റെ വാക്കുകളിൽ തട്ട് നോക്കി ചെയ്യുന്നത് അന്ന് ഞങ്ങളെ സഹായിച്ചതായി പറയുന്നു. കർത്താവിനുള്ള എല്ലാ പണികളും കർത്താവ് ധരിക്കണം. ഇപ്പോഴുള്ള കർത്താവെ ആ കടഭാരങ്ങൾ നീക്കണം. കർത്താവെ, ഇപ്പോഴുള്ള നീക്കുന്ന സാമ്പത്തിക നീക്കണം. ആരോഗ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നിന്ന് പോകാൻ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക ഉപാധികൾ കർത്താവ് പകരണമേ. കർത്താവിന്റെ പണിയണമേ പ്രാർത്ഥിക്കുന്നു. ഇനി കർത്താവിന് വർഷത്തോളം നീട്ടിക്കൊണ്ട് പോകാതെ വളരെ പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് കർത്താവെ സൃഷ്ടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അന്ന് തന്നെ പണിയാണ്. ഞങ്ങളുടെ സഭാ ഞങ്ങളെ ഓർക്കും. ഞങ്ങളുടെ മറ്റ് സംഘടനകളെ സമയം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഹാമാരിയെ പൂർണ്ണമായിട്ട് നീക്കണം. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ സംസ്ഥാനത്ത് കർത്താവെ കൊറോണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ കർത്താവെ നിന്ന് പോകുക, ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. ലഭിക്കുന്ന ചികിത്സകളിലൂടെ കർത്താവ് മെഡിസിനിലൂടെ പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദിവസം ആരോഗ്യം കടന്നില്ലാതെ ഭവനങ്ങളിലായിരിക്കുന്ന പരിഗണനയിലായിരിക്കുന്ന ഓരോരുത്തരും സമയം ഓർക്കും. കർത്താവിനുള്ള ആരാധന പങ്കെടുക്കുവാൻ താല്പര്യവും ഉത്സാഹവും അന്ന് നൽകണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ 444 പാട്ട് പാടാം. വലിയ പുസ്തകത്തിൽ 377 പാട്ട്. പുതിയ പുസ്തകത്തിൽ 444 പാട്ട്. വലിയ പുസ്തകത്തിൽ 377 പാട്ട്. Thank you.
പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മാസൂരി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ ഷെർബ പീറ്റർ കാപ്പുള്ളി, ലീല കാപ്പുള്ളി. ആലയത്തിന് നിർമ്മാണങ്ങൾക്കായിട്ട് കവർ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ രാജു ഡി കാപ്പുള്ളി, ബെൽസൺ ചെക്കക്കോണം. വിശേഷ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ മറീന സാജൻ, ആദിയ അദീന, ഗാഡ്സ്റ്റൺ രമ്യ രാജൻ, വൈശാഖ് ചിത്ര, നീലാമ, അമൽദേവ് അക്സ, റജിമോ, റോയി രാജ്, സന്ധ്യ റോയ്, കേവലസൻ ക്രിസ്തുഭവൻ, ആദിലസൻ ക്രിസ്തുഭവൻ, മെൽവിൻ, റോമ എസ് ബാലൻ. ജന്മദിന കാണിക്ക രാജീവ് കുമാർ. 5ാം വിവാഹ വാർഷികം സുധീഷ്, സജയ സുധീഷ്. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളെയും പ്രകടമായിരിക്കുന്ന ദാതാവായ നിങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത് പ്രാർത്ഥനകളുമായി സ്തുതി സ്തോത്രങ്ങളുമായി യാതൊരുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരും. കർത്താവേ, അങ്ങ് ചുറ്റും പകർന്നിരിക്കുന്ന സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടെ ഇരുന്നുവല്ല ഞങ്ങളുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങളുടെ ഉള്ള കയ്യിൽ ഞങ്ങളെ വഹിച്ചതിനായി നന്ദി പറയുന്നു. സ്നേഹനിധിയായ പിതാവായി അങ്ങയുടെ കൂടെ വസിക്കുന്നതിനായി നന്ദി പറയുന്നു. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളുടെ അഭയം തേടുവാൻ, അങ്ങയുടെ പാദത്തിടത്തിൽ ഞങ്ങൾ അഭയം തേടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരുടെ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്രക്കാഴ്ച സ്വീകരിക്കണമേ. കൂടുതലായി അങ്ങയുടെ ശുശ്രൂഷകൾക്കായി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും സാമൂഹിക പദ്ധതിയും നമ്മൾ നൽകണം. ദൈവമേ, മാസത്തിൽ കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു മാസക്കാല കർത്താവ് നൽകിയ നന്മയുടെ ഒരു നാള് ദശാംശമായി സമർപ്പിക്കാൻ ഈ കുടുംബത്തെ മുഖ്യതിനായി പറയുന്നു. കൂടുതലായിട്ട് ദൈവമേ അനുഗ്രഹിക്കണമേ. ആത്മീക നന്മകൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ പകരണമേ. അങ്ങനത്തെ സ്ഥാപിത ഈ കുടുംബങ്ങളെ നയിക്കണം. ദൈവമേ, ആലയത്തിന്റെ നിർമ്മാണങ്ങൾക്കായി കവറുകാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ കുടുംബങ്ങളെ ഓർക്കും. ഈ കുടുംബങ്ങൾക്ക് ദൈവം നൽകിയ ആലയത്തെക്കുറിച്ചുള്ള എഴുതിനാൽ ബാധ്യതയായിട്ട് നന്ദി പറയുന്നു. ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തങ്ങൾ നീതി പങ്കാളികളാകുവാൻ ഇടയാക്കുന്നതിനായി ശ്രദ്ധിക്കുന്നു. ദൈവത്തെ കാണിക്കുകയും സ്വീകരിക്കണം. ആത്മീക നന്മകളും ഭൗതിക അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവർക്ക് പ്രദാനം ചെയ്യണം. കർത്താവെ, വിശേഷ കാണിക നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങളിലേക്ക് തരും. ഞാൻ നൽകിയ സാധ്യത കർത്താവിലേക്ക് തരും. ദൈവം നൽകിയ പ്രാർത്ഥന നൽകിയിരിക്കുന്ന ആത്മീകവും ഭൗതികവുമായ ഉന്നതർക്കായി ശ്രമിക്കുന്നു. കർത്താവെ, പ്രിയമാരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവിനെ പറയും. കർത്താവെ നൽകിയ കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റിൽ പങ്കെടുത്തു.
കർത്താവ് ഒരു ആട്ടത്തിനായി കടന്നു പോകുന്നുവല്ലോ. കർത്താവെ നന്നായിട്ട് ആട്ടത്തിൽ പങ്കെടുക്കുവാൻ സഹായിക്കണം. കർത്താവെ അത് വളരെ ലഭ്യമാക്കുവാൻ കർത്താവിലൂടെ കർത്താവ് ജോലിയിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്നായിട്ട് കർത്താവ് കാര്യം ചെയ്യുന്നതിന് സഹായിക്കണം. പ്രിയമകളെ വ്യക്തിപരമായി കുടുംബമായി നൽകിയിരിക്കുന്ന ദാനത്തെ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ വിശിഷ്ടാൽ കാണിക്കുന്ന ആദിയെയും അധീനയെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരും. അങ്ങയുടെ അതിർത്തിയുടെ കരങ്ങളിലേക്ക് നിങ്ങളെ വയ്ക്കണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ മാനസികമായി ശാരീരികമായി യുക്തിപരമായി നല്ല ആരോഗ്യമുള്ള മക്കളായി വളരുവാൻ സഹായിക്കണം. ആത്മീയ നന്മകൾ ഭൗതികമായ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് നൽകണം. നൽകിയിരിക്കുന്ന കാണിക്കുന്ന സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ വിശിഷ്ടാൽ കാണിക്കുന്ന വൈശാലിനെയും ചിത്രയെയും സമയം നോക്കും. കർത്താവെ അപ്പോൾ ചികിത്സയിലായിരിക്കുന്ന വൈശാലിനെയും ചിത്രയെയും കർത്താവ് പ്രകാശിക്കണമേ. കർത്താവെ അപ്പോൾ പൂർണ്ണമായിട്ട് മാറുവാൻ സഹായിക്കണമേ. ലഭിക്കുന്ന മരുന്നുകളിലൂടെ ചികിത്സകളിലൂടെ കർത്താവ് പ്രവർത്തിക്കണമേ. നേരത്തെ സമയങ്ങളെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചു ഇതിന്റെ കർത്താവ് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി ആശ്വാസത്തിനായിട്ട് ഞാൻ പറയുന്നു. പൂർണ്ണമായ സൗഖ്യം കണ്ടിലേക്ക് നൽകണമേ. ദാനങ്ങൾ നൽകിയിരിക്കുന്ന പരിഗണനകളും ആത്മീയയും അയാളിനെയും സമയം നോക്കും. ഇതിൽ രണ്ടു മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ ചെറുപ്രായത്തിൽ തന്നെ ഭക്തിയിലും ജ്ഞാനത്തിലും പരിശുദ്ധാത്മ നിറവിൽ വളരുവാൻ സഹായിക്കണമേ. നൽകിയിരിക്കുന്ന ദാനത്തെ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ നൽകിയിരിക്കുന്ന രാഷ്ട്രീയയും ജന്യരാജ്ഞിയും കുടുംബത്തെയും സമയത്ത് കർത്താവെ നാടുകളിൽ കർത്താവ് നാട്ടിലേക്ക് വരുന്നത് കർത്താവെ സഹോദരങ്ങളെയും സന്തോഷിക്കുന്നതിൽ നമ്മിടയാനായിട്ട് നമ്മൾ പറയുന്നു. ഈ ദിവസം നമ്മുടെ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ നൽകിയായിട്ട് നമ്മൾ പറയുന്നു. കുടുംബനാഥൻ കുടുംബനാഥൻ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളെ കർത്താവ് അനുഭവിക്കണമേ. കർത്താവിന്റെ സ്ഥാനത്തിൽ എപ്പോഴും അനുഭവിപ്പാൻ കർത്താവിന്റെ ഉപകരണങ്ങൾ എപ്പോഴും അനുഭവിക്കാൻ സഹായിക്കണം. അനന്യ രാജ്ഞിയും സമീപം ഈ കുടുംബനാഥൻ കടാക്ഷിക്കണമേ. ഈ ദിവസം കർത്താവിന്റെ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ കർത്താവിനെ ഉൾപ്പെടുത്തുവാൻ കർത്താവിനെ ശ്രമിപ്പാൻ ഇടയാക്കാൻ ശ്രമിക്കുന്നു. പ്രിയമോടെ ജോലി മേഖലകളെ കർത്താവ് അനുഭവിക്കണമേ. തനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ സംരക്ഷണവും കർത്താവിന്റെ കരുതലും കർത്താവിന്റെ പരിപാലനം അനുഭവിക്കാൻ ഇടയാക്കണമേ. പുതിയ പുതിയ നന്മകളെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനങ്ങൾ നൽകിയിരിക്കുന്ന പരിഗണനകളും ദൈവമേ ആരുണിയും അശ്വിനെയും അനുസരിക്കുന്നു. ദൈവം രണ്ട് പരിഗണനകളെയും കർത്താവ് അംഗീകരിക്കണം. കർത്താവിന് പഠിക്കുവാനുള്ള നല്ല ബുദ്ധിയും ജ്ഞാനം കൃപകളും വരങ്ങളും താഴ്ന്നുകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിച്ച് നല്ല ഭാവി അനുഭവിക്കാൻ സഹായിക്കണം. നൽകിയിരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ വിശിഷ്ടാൽ കാണിക്കുന്ന ഈ രാമാനാഥിയോട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ട് രോഗാവസ്ഥയിലാകുമ്പോൾ കർത്താവെ നാളിയുടെ പ്രയാസം അതെന്തുമാത്രമുണ്ട് എന്നുള്ളത് ബുദ്ധിമുട്ടെല്ലാം ഉള്ളത് പോലെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവെ ലഭിക്കുന്ന ചികിത്സകളിലൂടെ കർത്താവ് പ്രവർത്തിക്കണമേ. കർത്താവ് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആശ്വാസം പ്രാപിക്കാൻ കർത്താവിനെ ഔദ്യപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. നാം ഇരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ വിശിഷ്ടാൽ കാണിക്ക് നൽകിയിരിക്കുന്ന അമൃതയെയും ആശ്രയെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരും. കർത്താവെ സർവശക്തിയുള്ള കരം മനുഷ്യരെ മനസ്സിലേക്ക് വെക്കണമേ. അവരെ തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിൽ പ്രകാശിപ്പിക്കണമേ. പഠനത്തിലേക്ക് മറ്റ് കലാകാര്യങ്ങളിലും നല്ല അനുഭവപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ സഹായിക്കണമേ. കർത്താവ് എല്ലാവരുമായ ഫലങ്ങളും താരങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നൽകിയിരിക്കുന്ന താരത്തെ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ ശിക്ഷ കാണിക്കുന്ന രുചിമോനെ എന്റെ കരങ്ങളിലേക്ക് പ്രാപിക്കുന്നു. രുചിമോനെ കിട്ടാൻ പ്രാർത്ഥിക്കണമേ. ഈ മകന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണം. ധാരാളം വർദ്ധിവെക്കുവാൻ എന്നെ സഹായിക്കണം. ഈ മകൻ ജീവിപ്പാൻ സഹായിച്ചതും ഞാൻ പറയുന്നു. ഈ യൗവനത്തിൽ ഒരു വിവാഹത്തിൽ പ്രവേശിപ്പാൻ അവസരത്തിനായിട്ട് പറയും. കർത്താവ് വിവാഹവുമായി നടത്തുന്ന
എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രിയ മകനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മകളെ സമയം പ്രാർത്ഥിക്കും. കർത്താവ് രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ ശുദ്ധ അവസ്ഥയിൽ പ്രവേശിപ്പാതോടെ ഒരുങ്ങുവാൻ സഹായിക്കണം. നൽകിയിരിക്കുന്ന കാണുന്നതിൽ സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ കാണിക്കുന്ന റോഗിയാത്മി സന്ധ്യ റോഗി കർത്താവിലേക്ക് കരുത്. ദൈവമേ കുടുംബനാഥിയും സമീപം റോഗിയാത്മ എല്ലാ പ്രവർത്തനങ്ങളെയും സമീപം പ്രത്യേകിച്ച് കർത്താവിന്റെ ആയിരിക്കുന്ന സ്ഥലത്ത് തന്റെ ജോലി നിങ്ങളിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ കുറിപ്പാൻ സഹായിക്കണം. ദൈവം കുടുംബനാഥിയും പ്രാർത്ഥിക്കും. ദൈവമേ ശരിയായി പ്രാർത്ഥിക്കണം. പ്രസവാനന്ദനായി പൂർത്തീകരിച്ച് ഗുണാരോഗ്യ വീണ്ടെടുത്ത് കർത്താവിനെ ഒറ്റപ്പെടുത്തുവാൻ കർത്താവിനെ സാക്ഷീകരിക്കാൻ ഇടയാക്കണം. ഇരുവർക്കും ദാനമായി നൽകിയ മക്കളെ കർത്താവിനെ ജോലിയും കർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. തന്നെ ജ്ഞാനത്തിൽ വിവേകത്തിൽ പറയുവാൻ സഹായിക്കണം. നമ്മുടെ മക്കളാൽ എന്റെ സ്വഭാവം നമ്മുടെ മക്കളാൽ എന്റെ മാനസിക മുഖ്യങ്ങളുടെ കുഞ്ഞുങ്ങളാൽ പറയുവാൻ ഉതിരുവാൻ സഹായിക്കണം. പരിശുദ്ധ വിശിഷ്ടാൻ കാണിക്കുന്ന ഏവരുടെ കർത്താവിനെ ജനങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ ഏവരുടെ അനുഗ്രഹിക്കണം. കർത്താവ് കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെത്താൾ പറയും. ദൈവമേ ഈ മകൻ അനുഗ്രഹിക്കപ്പെട്ട മകനായി വരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് പ്രകാശമാകുന്ന വചനം പഠിച്ചു ഏറ്റവും വളരുവാൻ സഹായിക്കണം. പാവകാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ശ്രദ്ധിക്കണം. ദൈവമേ ആദ്യം ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആദ്യമേ അനുഗ്രഹിക്കണം. ദൈവമേ കർത്താവിന്റെ മകനിൽ നടന്നിരിക്കുന്ന മാനസികമായി ശാരീരികമായി ബുദ്ധിപരമായി നല്ല അറിവുകളോടുകൂടെ വളരുവാൻ ഉതിരുവാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവികൾ എല്ലാ നന്മകളും നൽകണം. ദൈവം സമർപ്പിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ കാണിൽ നൽകിയിരിക്കുന്ന മെൽവിൻ എന്ന മകനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിനെ കർത്തവിൽ കോവിഡ് ബാധ ചികിത്സയിലായിരിക്കുന്ന കർത്താവിയായിരിക്കുന്ന കർത്താവിനെ എന്ന ഈ മകനെ കടാക്ഷിക്കണം. കർത്താവ് ബാധിച്ചിരിക്കുന്ന കോവിഡ് പൂർണ്ണമായിട്ട് മാറുക കർത്താവ് സഹായിക്കണം. പൂർണ്ണമായ സൗഖ്യം പൂർണ്ണമായ വിടുതൽ കർത്താവ് നൽകണമേ. പൂർണ്ണ വിടുതൽ പ്രാപിച്ച് കർത്താവ് ബോധ്യപ്പെടുത്തുവാൻ കർത്താവിന്റെ സൗഖ്യമാണ്. കർത്താവിനെ വിളിച്ചു രോഗശൈലി കർത്താവ് കുറയുന്നു എന്ന് കർത്താവ് സാക്ഷീകരിപ്പാൻ കർത്താവിൽ പ്രവർത്തിക്കണമെന്ന് നൽകി സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവിൽ കാണിക്കുന്ന പ്രാപിക്കും. കർത്താവ് സുഖമില്ലാതെ ചികിത്സയിലായിരിക്കുമ്പോൾ കർത്താവെ ഈ മകളെ കടാക്ഷിക്കണം. നേരിട്ടിരിക്കുന്ന രോഗങ്ങൾക്ക് കർത്താവ് നീക്കണമേ. കർത്താവെ പിടിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകളെയും അങ്ങോട്ടൊക്കെ സൗഖ്യം പ്രാർത്ഥിച്ചല്ലോ. അപ്രകാരം ഈ മകളെ പിടിപ്പിക്കണമേ. പൂർണ്ണ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന കാണുന്ന കർത്താവിനെ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവിനെ ജന്മദിന കാണി സമർപ്പിക്കുന്ന രാജകുമാരനെ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരമായി അതിശയകരമായ നടത്തിയോടുകൂടെന്ന് പറയുന്നു. ജനിച്ച നാളും മുൻപേ കർത്താവ് നൽകിയ എല്ലാ നന്മകളും ശ്രദ്ധിക്കുന്നു. പരിശുദ്ധ കർത്താവിന്റെ പുതിയ വയസ്സ് അനുഗ്രഹത്തിന്റെ നന്മയുടെ സമർപ്പണമായി നൽകണമേ. ഈ കുടുംബനാഥന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ജീവിതവിദ്യാഭ്യാസ പ്രാപിപ്പാൻ നന്മ പോയിപ്പാൻ സഹായിക്കണം. നൽകിയിരിക്കുന്ന കാര്യം സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവിൽ 5ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന സുധീഷിനെയും സുധീഷിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിനെയും ആസ്വദിക്കണം. ഈ 5 വർഷത്തെ ജീവിതം എല്ലാ അർത്ഥത്തിലും കർത്താവിന്റെ നന്ദി പറയുന്നു. ഈ 5 വർഷം ദൈവം നൽകിയ എല്ലാ നന്മകളെയും നന്ദി പറയുന്നു. ഈ പുതിയ വർഷം ദൈവം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമർപ്പിതമായി നൽകണം. രണ്ടുപേരും പരസ്പരായിട്ടും സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശത്തിലും പരിതയാത്രനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകൾ
ഭൗതികമായ എന്തെങ്കിലും ദാനം ചെയ്യണമേ. ദാനങ്ങൾ നൽകിയ മകനെ കുറിച്ചും ഈ ദാനം നൽകിയ കുഞ്ഞു മകനെ അനുഗ്രഹിക്കണമേ. ചെറുപ്രായത്തിൽ തന്നെ കുട്ടിയുടെ ജ്ഞാനത്തിൽ വരുവാൻ സഹായിക്കണമേ. അതിന്റെ കുട്ടികളുള്ള കുഞ്ഞാൽ നല്ല സ്വഭാവങ്ങളുള്ള മകനാൽ അതിന്റെ മാനസിക കുഞ്ഞുള്ള കുഞ്ഞായി വരുവാൻ സഹായിക്കണമേ. പരിശുദ്ധ കർത്താവേ, നിങ്ങളുടെ സ്ഥലത്തിൽ പേരുകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. പേരുകൾ കാണാൻ സമർപ്പിച്ച നിയമങ്ങളെ കലാശിക്കണമേ. അവിടെ ആവശ്യങ്ങൾ പ്രവർത്തനങ്ങൾ കർത്താവ് ഗ്രഹിക്കണമേ. കർത്താവിന്റെ സ്ഥലത്തിൽ ഏറെ സാധനങ്ങൾ കാണിക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരും കർത്താവ് നൽകിയ അന്നൊരു ഭാഗം ഏറെ കാണിക്കായി നിയമങ്ങൾ സമർപ്പിച്ചിരിക്കുന്നവരോ അവരുടെ ഭൗതിക സമ്പത്തുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഭൗതിക സമ്പത്ത് വർദ്ധിച്ചു പെരുകുവാൻ കർത്താവിനെ സഹായിക്കണമേ. ഏറെ കാണിക്കുകളെ സ്വീകരിക്കണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ ആരാധന കഴിഞ്ഞ് നടക്കുന്ന ഞങ്ങളുടെ സഭയിൽ വിവിധ സഹകരണങ്ങൾ സംയുക്തമായ വാർഷികത്തോട് പ്രാർത്ഥിക്കുന്നു. നടക്കുവാൻ പോകുന്ന സംയുക്ത വാർഷികത്തെ അനുഗ്രഹിക്കണമേ. ഒരു ഭംഗിയായി നടത്തപ്പെടുവാൻ സഹായിക്കണമേ. അങ്ങനെ പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം പാപകടങ്ങളെ നിങ്ങളെ തിരുമുഖ നിങ്ങളുടെ പ്രകാശിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമുഖ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സബത് നൽകുമാറാകട്ടെ. ദൈവകൃപയാൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ നമ്മുടെ ബാൽക്കണിയുടെ തട്ട് അത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് കർത്താവ് സഹായിച്ചു. വളരെ സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നു. പല ആൾക്കാരെയും കടം വാങ്ങി നമ്മൾ ചെയ്തു. ഏകദേശം 2 ലക്ഷം രൂപയോളം കടമാണ്. കടത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിരുന്നു പ്രാർത്ഥിക്കണം. പണി നിന്നു പോകാതെ നമുക്ക് തുടർന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. നീട്ടിക്കൊണ്ട് പോകാതെ പണികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യണം. നമ്മുടെ ആലയത്തിലെ പണികൾ ആരംഭിച്ച് ഏകദേശം 10 വർഷത്തോളം ആകുന്നു. 10 വർഷം കൊണ്ട് നാം ദേവാലയത്തിന് വേണ്ടി എത്ര രൂപ കൊടുത്തു എന്നുള്ളത് ഇടയ്ക്ക് ലിസ്റ്റിലെ പ്രസിദ്ധീകരിച്ചുള്ള സമയത്ത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രാപ്തി അനുസരിച്ചാണ് നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് മാത്രം ചിന്തിക്കുക. നമ്മുടെ വീട് വയ്ക്കാൻ എത്ര രൂപ ചിലവാക്കും?
വിലപോലെ ചിലവാകും. നമ്മൾ ദേവാലയത്തിന് വേണ്ടി എത്രമാത്രം കൊടുത്തിരിക്കുന്നു? ഞാൻ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ പ്രാപ്തരായ പലരും നന്നായിട്ട് കൊടുത്തിട്ടില്ല. പ്രാപ്തി ഉണ്ടായിട്ട് കൊടുക്കാൻ ധാരാളം പേർ നമ്മുടെ സഭയിലുണ്ട്. പക്ഷെ ദേവാലയത്തിനായി കൊടുക്കുന്നില്ല. പക്ഷെ മറ്റുള്ള ജീവിത നിലവാരം നോക്കുമ്പോൾ മറ്റൊന്നിനൊരു കുറവില്ല. ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നാം ഇത്രമാത്രം നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. നാം പ്രാപിച്ചിരിക്കുന്ന നന്മകൾ ദൈവത്തിന്റെ കഥയാണ്. നാം ജനിച്ചപ്പോൾ വസ്ത്രം പോലും ഇല്ലാതെയാണ് നാം ജനിച്ചത്, ഒന്നുമില്ലാതെ. എന്നാൽ നമുക്ക് പിന്നെ കിട്ടിയതൊക്കെ ദൈവം തന്നതാണ്. നമ്മുടെ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, മറ്റുള്ള അധ്വാനങ്ങളിലൂടെ കിട്ടിയതൊക്കെ ദൈവം തന്നതാണ്. നാം വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നാം പ്രാപിച്ചിരിക്കുന്ന സകല ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവമഹത്വത്തിനായി നാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പിന്നെ പറയുന്നു, പ്രാപ്തി അനുസരിച്ച് നാം കൊടുത്തിട്ടില്ല. മറ്റു സഭകളിൽ അന്വേഷിക്കണം. നിങ്ങൾ മറ്റു സഭകളിൽ അന്വേഷിച്ചിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് അറിയാറ്. മറ്റു സഭകളിൽ പള്ളിയിൽ നടക്കുന്ന സഭകളിൽ അന്വേഷിക്കണം. ഓരോ കുടുംബവും എത്ര രൂപ വെച്ച് കൊടുത്തിരിക്കുന്നു. അവിടെ നമ്മൾ ഇവിടെ പോയാലും നിർബന്ധം രൂപ. നമ്മളിവിടെ നിങ്ങൾ പ്രാപ്തി അനുസരിച്ച് കൊടുക്കുവാൻ പറയുന്ന അവിടെ വൈകിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്യും. അതെല്ലാം ഒരു കർശനമായിട്ട് കൊടുക്കണമെന്ന് പറയാം. അടുത്തത് പണി നടക്കുന്ന ദേവാലയം എനിക്കറിയാം. കൂലി വേലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ഡൊണേഷൻ എനിക്കറിയാം. നമ്മുടെ ഇവിടെ കാഞ്ഞിരപ്പാട് ആസ്തി പള്ളിയൊക്കെ ചെയ്യും. അവിടെ ഇത് പോകുന്നുണ്ട്. അദ്ദേഹം ഒരു പേരാണ്. അദ്ദേഹത്തിന് ഇത് കൊടുത്ത രൂപ എനിക്കറിയാം. അപ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹം തന്നിട്ട് പ്രാർത്ഥന ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ബുദ്ധിമുട്ടി അല്പം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. ഈ പണി തീർന്നാൽ പിന്നെ നമ്മൾ ആരെങ്കിലും വരെ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ചിട്ടി കെട്ടി വേണമെങ്കിൽ പള്ളിക്ക് കൊടുക്കാം. ചിട്ടി നമ്മൾ പുറത്ത് കേട്ടാം, പള്ളിയിൽ കേട്ടാം. അത് നമുക്ക് പള്ളിക്ക് കൊടുക്കും. ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിട്ടി കെട്ടി നമുക്ക് പള്ളിയിൽ കൊടുക്കാം. നാം കൊടുത്തിരിക്കുന്നത് എത്ര നമുക്ക് അനുസരിച്ച് നമുക്ക് പരിശോധിക്കണം. ഞാൻ പിന്നെയും പറയുന്നത് വളരെ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറയുന്നു, നമ്മുടെ വീട് വയ്ക്കാൻ 2 ലക്ഷം രൂപ നമ്മൾ ചിലവാകും. വാഹനമാണ് 3 ലക്ഷം രൂപ നമ്മൾ ചിലവാകും. നമ്മൾ അതൊന്നും ഒരു കുറവ് വരുന്നില്ല. അപ്പോൾ ദേവാലയം നമ്മളിങ്ങനെ നമ്മൾ കണ്ടിട്ട് കാണാത്ത പോലെ നമ്മൾ പോകുന്നത് അത് ശരിയല്ല. ദേവാലയം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അത് സാരമില്ലാതെ ചിന്തിക്കുന്നത് പാപമാണ്. അതുകൊണ്ട് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. ബുദ്ധിമുട്ടി നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടി 1-2 വർഷങ്ങൾ ആരെങ്കിലും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ നമുക്ക് കാലാകാലം പിന്നെ ബുദ്ധിമുട്ടില്ല. ആലയത്തിന്റെ പണിയൊക്കെ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ഒരു ഞെരുക്കവുമില്ല. ഇതൊക്കെ മാറിപ്പോകും. ഇപ്പോൾ ബുദ്ധിമുട്ട് അത് മാറും. അതുകൊണ്ട് താല്പര്യമായിട്ട് മനസ്സാകെ നമ്മൾ കൊടുക്കണം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആദ്യം കൊടുക്കണം. നമ്മൾ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചിട്ട് ഞാൻ ചോദിക്കാൻ ഞാൻ പിന്നെ വിചാരിക്കുന്നത് ഞാൻ ചോദിക്കും ചില പ്രയാസം തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാറ്. കാരണം വ്യക്തിപരമായിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കാൻ ദീർഘം തോന്നും, വിഷമം തോന്നും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചോദിക്കാറ്. നമുക്ക് പ്രാപ്തി പോലെ, നമ്മുടെ പ്രാപ്തി പോലെ, പ്രാപ്തി ഇല്ലാതിട്ട് ചെയ്ത ധാരാളം പേരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. കടം തന്നവരുണ്ട്, ബുദ്ധിമുട്ടി തന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാപ്തി അനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഈ ഒരു കഷ്ടത തീരാൻ പിന്നെ ഇല്ല. ഈ പള്ളിപ്പണിക്ക് നമ്മൾ കഷ്ടത തീരുന്നതിന് പിന്നെ പള്ളിപ്പണിക്കേണ്ട ഒരു കഷ്ടതയില്ല. അതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോകരുത്. 10 വർഷത്തോളം ആകുന്നു അത് പൂർത്തിയാക്കണം. മറ്റൊരു വലിയ കാര്യം എന്ന് പറയുമ്പോൾ ചിട്ടിയുടെ കാര്യമാണ്. നമ്മുടെ സഭയുടെ നെടുത്തൂണായിരിക്കുന്ന ആരോഗ്യ നിർമ്മാണത്തിന്റെ നെടുത്തൂണായി മാറി ചിട്ടിയാണ്. ചിട്ടിയാണ് നമുക്ക് ഇത്ര മാത്രം ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ചിട്ടി ഇപ്പോൾ ആൾക്കാർ കുറവാണ്, ചെയ്യുന്നവർ എണ്ണം കുറവാണ്. അതുകൊണ്ട് ധാരാളം പറ്റുന്നവർക്ക് ഈ ചിട്ടി പങ്കാളികളാകാം. 1. 2, ചിട്ടി ഇത് അടയ്ക്കുന്നത്, ചിട്ടി എടുത്തതിന് ശേഷം ധാരാളം പെൻഡിങ് വരികയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബാധ്യതയായിട്ട് നിർമ്മിക്കുകയാണ്. കാരണം നമുക്ക് മറ്റുള്ള ചിട്ടി കൊടുക്കാൻ സാധിക്കുന്നില്ല, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. വലിയൊരു ഭാരം നമ്മളെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ 1 മാസം ചിട്ടി പെൻഡിങ് ഇടരുത്. 1 മാസം ഇട്ട് അടുത്ത മാസം ഇരട്ടിയാണ്, അതിനടുത്ത മാസം 3 ഇരട്ടിയാണ്. അതുകൊണ്ട് ഇതിന് ഇരട്ടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാസം വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചിട്ടിയുടേതായ പെൻഡിങ് ഇട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല, പാടാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പെൻഡിങ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ചിട്ടിയുള്ള എല്ലാവരും കുറിച്ചെല്ലാം എടുക്കണം. മാക്സിമം എല്ലാവരും 60 മാസം തന്നെ ചിട്ടിയുടെ പൈസ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്ററിയിപ്പില്ല. സെക്രട്ടറി
ശ്രീമാൻ ടൈറ്റസ് കളത്തില. വാർഷികത്തിൽ നമ്മുടെ അവരുടെ സംയുക്ത വാർഷികം നൽകുകയാണ്. ഇന്ന് പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുത്തിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വരുന്ന ആഴ്ചത്തെ സർക്കുലർ ക്രമീകരിച്ചിരിക്കുന്ന ഭവനം ശ്രീമാൻ ടൈറ്റസ് കളത്തില ഈ ഭവനം വെച്ചായിരിക്കും വരുന്ന ആഴ്ചത്തെ സർക്കുലർ. ഈ വർഷത്തെ സർക്കുലർ ലിസ്റ്റ് തയ്യാറാക്കി വരികയാണ്. മുൻഗണനാ കമ്മിറ്റിയോ പ്രത്യേക ഡേറ്റ് ആവശ്യമുള്ളവർ സഭാ കമ്മിറ്റിയെയോ വാസ്തവയോ അറിയിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഈ ആഴ്ച മുതൽ ഇട ആരാധന ആരംഭിക്കുകയാണ്. വെള്ളിയാഴ്ച ആരാധന വൈകുന്നേരം 6 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആഴ്ച വെള്ളിയാഴ്ച ആരാധന 6 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പുതിയ ലഘുസഭാവി പദ്ധതി ഉടൻ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർ കമ്മിറ്റികളെ സമീപിക്കണമെന്ന് അറിയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാസ്തവത്തിലാണ്. ലഘുസഭാവി പദ്ധതിയിൽ ധാരാളം കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. എത്രയും വേഗം കുടിശ്ശിക എന്ന് തീർക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ബിൽഡിംഗ് ഫണ്ടിൽ തന്നെ ധാരാളം കടം വന്നു കഴിഞ്ഞു. അപ്പൊ അത് ക്രമീകരിച്ച് പോകണമെങ്കിൽ ഈ ലഘുസഭാവി പദ്ധതിയുടെ കുടിശ്ശികൾ തീർത്താൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ. ഓവർഡ്യൂവായിട്ട് വരുന്നതെല്ലാം ബിൽഡിംഗ് ഫണ്ടിൽ നിന്ന് എടുത്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കടം തീർത്ത് വരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുടിശ്ശിക തീർത്ത് തരണമെന്ന് അറിയിക്കുന്നു. ഈ ആഴ്ച മുതൽ ഭവനത്തിന്റെ കാണിക്കപ്പെട്ടിൽ കാണിക്കപ്പെടുവാൻ